ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രുചിയേറിയ നാടൻ പൊറോട്ടയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: മൈദ 2 കിലോ, അത് നമ്മൾ അതേ ഇട്ട് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഉപ്പിട്ടു, 3.5 സ്പൂൺ പഞ്ചസാര. അത് നമ്മളിങ്ങനെ ചെറുതായിട്ട് മിക്സ് ചെയ്തു. ശേഷം നമ്മൾ 3 മുട്ട എടുത്തു. അതിൻ്റെ മുട്ട അതിൽ ചൊഴിച്ചു. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തില്ലേ, അതിനുശേഷം നമ്മൾ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലാണ് സോഡപ്പൊടിയൊക്കെ ഇടാട്ടാ, പക്ഷെ നമ്മൾ ഇടുന്നില്ല. നമ്മളിപ്പോ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ അത് സോഡപ്പൊടി ചേർക്കുന്നില്ല, അത് മാത്രമേ നന്നായിട്ട് മിക്സ് ആയി. കുറേശ്ശെ മിക്സ് ചെയ്യാം. പൊട്ടിപ്പോവാൻ നോക്കണം. എന്നിട്ട് ഈ വെള്ളം പുറത്തേക്ക് പോയിരുന്നു. നന്നായിട്ടിങ്ങനെ കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മൊത്തം 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം ഇപ്പൊ അത് മതി. 2 കിലോ പൊടിക്ക് ഇപ്പൊ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി കുഴക്കാം. കുഴയിലാണ് ഇതിന്റെ ടേസ്റ്റും ചെടിച്ച് പരത്ത കുഴലാണ് ടേസ്റ്റ് ആണല്ലേ. പൊറോട്ട നന്നായി ഇടിച്ച് പരത്തി നമ്മൾ കുഴയ്ക്കുന്നു. ആ കുഴയിലാണ് എല്ലാം ഇരിക്കുന്നത് അല്ലേ. നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് പോലെ ആവും. മാവ് ഇപ്പൊ കുഴച്ച് കഴിഞ്ഞു. നമ്മൾ 10 മിനിറ്റ് നന്നായിട്ട് മാവ് കുഴയ്ക്കുക. അതിന് ശേഷം ലേശം ഓയിലെടുത്ത് അതിന്റെ മുകളിൽ പറ്റി കൊടുക്കുക. അതിന് നനഞ്ഞ തുണി കോട്ടൺ നനച്ച് പിഴിഞ്ഞ് അതിന്റെ മുകളിലിട്ട് വെക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ തൊടുമ്പോ ഊരി പോരണം. കൈമ തട്ടാണ്ട് വെല്ലിന് ഊരി പോരണം. അടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് പറ്റി കൊടുക്കുക. അതിനുശേഷം മേലെ കുറച്ച് ഓയിൽ മുകളിൽ പറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നനഞ്ഞ തുണി കോട്ടന്റെ പിഴിഞ്ഞ് അതിന്റെ മുകളിൽ മൂടി കോട്ടന്റെ തുണി പിഴിഞ്ഞ് അതിന്റെ മേലിടാം. എത്ര മണിക്കൂർ? അതൊരു 45 മിനിറ്റ് വരെ വെക്കാം. 45 മിനിറ്റ് ആയാലും മിനിമം 5 മിനിറ്റ് ഉണ്ടായിരിക്കണം. പിഴിഞ്ഞതിനെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മൂടി വയ്ക്കുക. കോട്ടൺ തുണി നനച്ച് പിഴിഞ്ഞ് അതിന്റെ മുകളിലേക്ക് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കുഴപ്പമില്ല വെച്ച് വെക്കണം. എന്നാണ്ടോ ഞാൻ പറയുന്നത്, എന്റെ ലക്ഷ്മി, വീടിന്റെ മഹാലക്ഷ്മി, എന്റെ കണ്ണുണ്ണി കിടന്ന് പെടുന്നതാണ് മരിച്ചത്. അത് ഞാൻ മറക്കണോന്ന് പറയണോ? അപ്പൊ ഡോർ തുറന്നേച്ചും വന്നു. ഇങ്ങനെ പോവാൻ ഉദ്ദേശിച്ചില്ലേ? അതോ അപ്പൊ അത് കൂട്ടിയിട്ട് വന്നു. ഇടയ്ക്ക് നമുക്ക് ടൈം പാസ്. 52 ആളുടെ 100 ഗ്രാം ഓയിൽ ഇത്തിരി നമ്മളിപ്പോൾ എടുത്ത് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് ബോൾ പിടിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ ബോൾ പിടിക്കുന്നത് എങ്ങനെ നോക്കാം. ചെറുതായത് കൈ ചെറുതായിട്ടൊന്ന് കൈ നമ്മൾ എന്താ പറയാ സ്റ്റീൽ പാത്രം ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളി. അപ്പോൾ അതിനും ചൂടായിരുന്നു. കത്തി കൊണ്ട് നമ്മൾ വരിഞ്ഞ് നമ്മൾ ബോൾ പിടിക്കാൻ പോകണം. ഒരേ ബോളുകളായി പിടിക്കാൻ പോണ്. ശേഷം വീണ്ടും നനഞ്ഞ തുണി കൊണ്ട്
നമ്മൾ വീണ്ടും മൂടാൻ പോവാണ്. നമ്മൾ നന്ന തുണി കൊണ്ട് വീണ്ടും അതേ ഫസ്റ്റ് മൂടി എടുത്തത് വീണ്ടും അതേ മൂടി വെച്ച് വെക്കുകയാണ്. നമ്മൾ എത്ര മണിക്കൂർ? ഒരു അരമണിക്കൂർ മതി ഇത്. അരമണിക്കൂർ. അരമണിക്കൂർ ശേഷം നമുക്ക് ഈ വീശൽ തുടങ്ങും. നമ്മൾ ബോൾ പിടിച്ചു വെച്ചു, ഞാനത് തുണി കൊണ്ട് പിഴിഞ്ഞ് മൂടിയിട്ടു. അതിനുശേഷം അരമണിക്കൂർ നമ്മൾ ഈ ബോൾ ഇങ്ങനെ വെക്കുകയാണ്. അതിനുശേഷം വീണ്ടും വരാം, 5 മിനിറ്റ് ഇടവേള. അതായത് നമ്മൾ 1 മണിക്കൂറിന് ശേഷം വീണ്ടും പൊറോട്ട ഉരുളയിലെടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എത്ര ബോൾസ് ആക്കി കിട്ടിയിരുന്നു പൊറോട്ട? 40. അപ്പൊ 2 കിലോ മൈദ വെച്ചിട്ട് 40 ബോൾസ്. വലിപ്പം അനുസരിച്ചിരിക്കും. വലിപ്പത്തിന് എത്ര പറ്റല്ലേ? നമ്മളെ ചൂടാനുള്ള സൗകര്യം, ചൂടാൻ സൗകര്യവും അതിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും ബോളുകളുടെ എണ്ണം. കുറച്ചുകൂടെ വലുതാക്കി വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ബോൾ വേണം അല്ലേ? അപ്പൊ നമ്മള് ഒരു ബോൾ എടുത്തു, അതിനെ പരത്തി, അതിനെ വീശി പൊറോട്ട വീശുന്നു. കുറച്ച് പൊടിയോടെ പൊടിയിട്ടാ, കുറച്ച് പൊടി പൊടിയിട്ട് കൊടുക്കാം. ഒട്ട് പിടിക്കാണ്ടിരിക്കാൻ എന്തിനാ? അതല്ല ഒട്ടിപ്പിക്കാണ്ടിരിക്കല്ല, എന്തിനാ? നമ്മള് ഈ റയറ് വിട്ടിക്കാൻ, ഈ റയറ് നിൽക്കാൻ, ലെയർ നിൽക്കാൻ. ഇനി ഇതേപോലെ ബാക്കിയുള്ള ഉരുളൻസ് ഒക്കെ നമുക്ക് ഇതേപോലെ വീശടിച്ച് ഇതേപോലെ ഇതൊക്കെ റോളാക്കിക്കല്ലേ? നമ്മളെ പൊറോട്ട ഇപ്പൊ പരത്തി തുടങ്ങി. ചട്ടിലേക്ക് ഇടാൻ പോകുന്നത്, ചട്ടിലേക്ക് ഇടാൻ പോകണ്ടോ? ചൂടായി കഴിഞ്ഞ് ചട്ടിലേക്ക് ഇട്ടെടുക്കാം. ഇനി കുറച്ച് എണ്ണ തൊഴി കൊടുക്കാം മേലയിൽ കൂടെ. അപ്പുറത്തെ ചട്ടിയിൽ വേറെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ചൂടോട് കൂടി കൈകൊണ്ട് ഇങ്ങനെ നമ്മുടെ പൊറോട്ട റെഡി. അപ്പോ ഇന്നത്തെ റെസിപ്പിയായ പൊറോട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി പുതിയ ഇങ്ങനെ കലകളുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്. അതുവരെ നിങ്ങളെ സഹകരിച്ച നിങ്ങൾ എല്ലാവർക്കും എന്റെ യൂട്യൂബിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്.